ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാൻ ഒരു ആയുർവേദ പീഡിയാട്രീഷ്യൻ ആണ്. പല അമ്മമാരുടെ ഇന്നത്തെ പരാതിയാണ് കുട്ടികൾ ശരിയായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, അവർക്ക് വിശപ്പില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റിയും അതുപോലെ അവൾക്ക് കൊടുക്കുന്ന ഒരു ഹെൽത്തി സൂപ്പിനെ പറ്റിയും ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ്, അവരുടെ വിശപ്പ് ഇല്ലാതാക്കുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ്. മൈദ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റ്, കേക്ക്സ്, കുക്കീസ്, ബ്രൗണീസ് പോലെയുള്ള ഐറ്റംസ്, ഇതിലെ ട്രാൻസ് ഫാറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇത് ഷുഗറിന് ഒരു സ്പൈക്ക് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ വിശപ്പിനെ അത് കുറയ്ക്കുകയും കൂടാതെ ബ്രെയിൻ ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്നത് കാരണം അത് ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഫ്രൈഡ് ഐറ്റംസ് പോലെയുള്ള ലേസ്, കുർക്കുറെ പോലെയുള്ള ഐറ്റംസും പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ലൈക്ക് നഗറ്റ്സ്, സോസേജ് പോലെയുള്ള ഐറ്റംസ്, അതുപോലെ നമ്മളുടെ കുട്ടികൾക്ക് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി ഡ്രിങ്ക്സ് ആയിട്ടുള്ള ബൂസ്റ്റ്, ഹോർലിക്സ് പോലെയുള്ള ഐറ്റംസ്, ഇതിലൊക്കെയും ഒരു 2 സ്കൂപ്പിൽ തന്നെ അതിലൊക്കെ 50 ഗ്രാംസോളം ഷുഗറിന്റെ അളവുണ്ട്. അപ്പോൾ ഹൈ ആയിട്ടുള്ള ഷുഗർ ചെല്ലുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്കും എത്താനും അതുപോലെ തന്നെ കൊഴുപ്പ് ധാരാളമായി ശരീരത്തിൽ അടങ്ങിക്കൂടാനും ഇടയാവുകയും ചെയ്യുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ധാരാളമുള്ള ടൊമാറ്റോ കെച്ചപ്പ് പോലെയുള്ള ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ജ്യൂസ് പോലെയുള്ള ഐറ്റംസ്. ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷൻ ആണ്, കാരണം അതിൽ കുറച്ചുകൂടെ ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്. ജങ്ക് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള പിസ്സ, ബർഗർ പോലെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ചോദിക്കും, കുഞ്ഞുങ്ങൾ ഇതൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ തന്നെ അവരുടെ ഗ്രാൻഡ് പേരൻസ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങി കൊടുക്കില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതും വളരെ മിതമായ അളവിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിപ്സ് പോലെയുള്ള ഐറ്റംസിൽ സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കുട്ടികൾ അത് വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുകയും അത് അവരുടെ കിഡ്നി ഫംഗ്ഷനെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്.